പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 16-ാം അധ്യായത്തിൽ പോളിംഗിന് ശേഷം തിരഞ്ഞെടുപ്പ് രേഖകൾ കളക്ഷൻ സെന്ററിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാണ് തിരികെ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറിയും നോൺ സ്റ്റാറ്റ്യൂട്ടറിയുമായ എല്ലാ പ്രധാനപ്പെട്ട കവറുകളും 5 വലിയ പാക്കറ്റുകളിലാക്കിയാണ് തിരികെ സമർപ്പിക്കുന്നുണ്ട്. പാക്കറ്റ് 1 മുതൽ 5 വരെയുള്ള വലിയ പാക്കറ്റുകളിലാണ് ഇവ തിരികെ സമർപ്പിക്കേണ്ടത്. പാക്കറ്റ് 1-നകത്ത് 5 കവറുകളാണ് ഉണ്ടാകേണ്ടത്. ഈ 5 കവറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ ഇട്ട ഒരു കവർ. രണ്ടാമത്തേത് 21A രജിസ്റ്റർ ഓഫ് വോട്ട്സ് അടങ്ങിയ മറ്റൊരു കവർ. മൂന്നാമത്തേത് പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടായ ടെൻഡേർഡ് ബാലറ്റുകളും അതിന്റെ ലിസ്റ്റ് അടങ്ങിയ 21B-യിലുള്ള ലിസ്റ്റ് അടങ്ങിയ ഒരു കവർ. നാലാമതായി ചലഞ്ച് വോട്ടുകളുടെ ലിസ്റ്റ്, ഫോം 21-ലുള്ള ചലഞ്ച് വോട്ടുകളുടെ ലിസ്റ്റ് അടങ്ങിയ കവർ. അഞ്ചാമത്തേത് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റുകളുടെ അടങ്ങിയ കവർ. ഇത്രയും 5 കവറുകളാണ് പാക്കറ്റ് 1-ൽ ഉണ്ടായിരിക്കുക. പാക്കറ്റ് 1-നകത്തെ 5 കവറുകൾ പശ ഉപയോഗിച്ച് ഒട്ടിച്ച് അതിനു പുറത്ത് അരക്ക് ഉപയോഗിച്ച് സീൽ ചെയ്തിട്ടുള്ളവയായിരിക്കണം. എന്നാൽ പാക്കറ്റ് 1 എന്ന വലിയ പാക്കറ്റ് സീൽ ചെയ്യരുത്. റിസപ്ഷൻ സെന്ററിൽ അത് പരിശോധിച്ച് പാക്കറ്റിനകത്ത് 5 കവർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ മെയിൻ പാക്കറ്റ് 1 സീൽ ചെയ്യാവൂ. പാക്കറ്റ് 2-നകത്ത് 6 ഫോമുകളാണ് തിരികെ നൽകേണ്ടത്. ഇവയ്ക്ക് ഓരോന്നിനും ചെറിയ കവറുകൾ നൽകിയിട്ടില്ല. ഇവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചലഞ്ച് ഫീയുടെ റെസിപ്റ്റ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് അതർ കോപ്പീസ് ഓഫ് ഇലക്ടറൽ റോൾ ആണ്. മൂന്നാമത്തേത് ഫോം 10-ലുള്ള പോളിംഗ് ഏജന്റിന്റെ നിയമന ഉത്തരവുകളാണ്. നാലാമത്തേത് അന്തരം അവസരമായ വോട്ടർമാരുടെ ലിസ്റ്റ്, ഫോം 22-ലുള്ള ലിസ്റ്റും അവരുടെ സഹായം നൽകുന്ന ഡിക്ലറേഷൻ, ഫോം N15-ലുള്ള ഡിക്ലറേഷനുകളും. അഞ്ചാമതായി ഇലക്ടർ അവരുടെ ഏജിനെ സംബന്ധിച്ച്, വയസ്സിനെ സംബന്ധിച്ച് നൽകുന്ന ഫോം N16-ലുള്ള ഡിക്ലറേഷൻ. ആറാമതായി ഉപയോഗിച്ച വോട്ടർ സ്ലിപ്പുകൾ, N40-ലുള്ള ഫോം N40-ലുള്ള ഉപയോഗിച്ച വോട്ടർ സ്ലിപ്പുകൾ. ഈ 6ഉം പാക്കറ്റ് നമ്പർ 2-നകത്തേക്ക് വെച്ച് അവ ഒട്ടിക്കേണ്ടതുണ്ട്. പാക്കറ്റ് നമ്പർ 2-നകത്തുള്ള 6 ഐറ്റവും സീൽ ചെയ്യുകയോ കവറിനകത്താക്കുകയോ നിർബന്ധമില്ല. എന്നാൽ പാക്കറ്റ് നമ്പർ 2 ഒട്ടിച്ചോ അല്ലെങ്കിൽ സ്റ്റാപ്പിൾ ചെയ്തോ അല്ലെങ്കിൽ ട്വൈൻ ഉപയോഗിച്ച് ടൈ ചെയ്തോ എത്തിക്കണം. ഈ കവറിനകത്ത് ചെറിയ കവറുകൾ പലപ്പോഴും നൽകിയിട്ടുണ്ടാവില്ല. എങ്കിലും സൗകര്യാർത്ഥം ചെറിയ കവറുകൾ ഉണ്ടെങ്കിൽ അവയിലാക്കി വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാകും. ഈ കവർ പാക്കറ്റ് 2-ന് സീലിംഗ് ആവശ്യമില്ല എന്ന് പ്രത്യേകം പറയുന്നു. അരക്ക് വെച്ചുള്ള സീലിംഗ് ഈ പാക്കറ്റ് 2-ന് ആവശ്യമില്ല. പാക്കറ്റ് 3-നകത്ത് 11 ഐറ്റമാണ് ഉണ്ടാവുക. അൺയൂസ്ഡ് ആൻഡ് ഡാമേജ് പേപ്പർ സീൽസ്, unused and damaged strip seals, unused and damaged special tags, presiding officer's handbook, indelible ink set, self-inking pad, presiding officer's metal seal, arrow cross mark rubber seal, distinguishing mark of polling station, unused voter slip, പിന്നെ മറ്റ് ഐറ്റമുകൾ. ഈ 11 എണ്ണവും പാക്കറ്റ് നമ്പർ 3-ലാക്കി സീൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ആ പാക്കറ്റ് ഒട്ടിച്ച് നൽകാൻ കഴിയുമെങ്കിൽ ഒട്ടിച്ച് പശ തേച്ച് ഒട്ടിച്ച് നൽകുക.
തിരഞ്ഞെടുപ്പിൽ വളരെ പ്രാധാന്യമുള്ള രേഖകളാണ് പാക്കറ്റ് നമ്പർ 4 അടങ്ങിയിരിക്കുന്നത്. 3 രേഖകളാണ് ഇതിനകത്തുണ്ടാവുക. ഒന്നാമത്തേത് ഫോം 24A അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ്. ഈ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡിന് 2 ഭാഗങ്ങളുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. പാർട്ട് 1 മാത്രമാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ പൂരിപ്പിക്കുന്നത്. എന്നാൽ ഇത് പാക്കറ്റ് നമ്പർ 4 വെക്കുമ്പോൾ 1ന്റെയും പൂരിപ്പിക്കാത്ത 2ന്റെയും ഭാഗങ്ങൾ ഉൾക്കൊണ്ട് വേണം വെക്കാൻ. രണ്ടാമത്തേതായി ഫോം N14A ആണ് റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ്ഡ്. ഇത് കൃത്യമായി പൂരിപ്പിച്ച് പാക്കറ്റ് നമ്പർ 4 വെക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഓരോ തലത്തിലേക്കുമുള്ള ബാലറ്റ് ലേബലുകൾ ഒന്ന് എടുത്ത് ക്യാൻസൽ ചെയ്ത് ഇതിനകത്ത് വെക്കേണ്ടതുണ്ട്. ഈ 3 ഐറ്റങ്ങൾ അടങ്ങിയ പാക്കറ്റ് നമ്പർ 4 കൺട്രോൾ യൂണിറ്റിന്റെ ഹാൻഡിലിനോടത്ത് ട്വൈൻ ഉപയോഗിച്ച് കെട്ടി അത് കൺട്രോൾ യൂണിറ്റിന്റെ ക്യാരിയിങ് കേസിന്റെ ഔട്ടർ കവറിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് വ്യക്തമായി ഒട്ടിച്ച് നൽകേണ്ടതുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാരിയിങ് കേസിന്റെ ട്വൈൻ ഉപയോഗിച്ച് കെട്ടി അത് ഔട്ടർ കേസിൽ, കൺട്രോൾ യൂണിറ്റിന്റെ ഔട്ടർ കേസിൽ ട്വൈൻ ഉപയോഗിച്ച് കെട്ടിയ കവർ ഔട്ടർ കേസിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചു വെച്ച് നൽകണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പാക്കറ്റ് നമ്പർ 5 3 രേഖകളാണ് ഉണ്ടാകേണ്ടത്. ഒന്നാമത്തേത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി, രണ്ടാമത്തേത് പ്രിസൈഡിംഗ് ഓഫീസറുടെ പോളിംഗ് സമയത്തെ പ്രഖ്യാപനങ്ങൾ, മൂന്നാമത്തേത് ഒന്നാമത്തെ പാക്കറ്റിൽ ഉൾപ്പെടുത്തിയ ഫോം N21 ലിസ്റ്റ് ഓഫ് ടാലന്റ് വോട്ട്സിന്റെ ഒരു പകർപ്പ്. ഇവ 3ഉം പാക്കറ്റ് നമ്പർ 5 സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവ ഒട്ടിക്കുകയോ സീൽ ചെയ്യുകയോ, അരക്ക് ഉപയോഗിച്ച് സീൽ ചെയ്യുകയോ ഒട്ടിക്കുകയോ ചെയ്യേണ്ടതില്ല. പാക്കറ്റ് നമ്പർ 5 നൽകുന്നിടത്ത് ഫോം 24A അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡിന്റെ ഒരു അധിക കോപ്പി നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ചലഞ്ച് ഫീ ഇനത്തിൽ കണ്ടുകെട്ടിയ തുകയുണ്ടെങ്കിൽ അവയും പാക്കറ്റ് 5 നൽകുന്നതിനോടൊപ്പം നൽകേണ്ടതുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് നടത്തുവാനായി നൽകിയ എല്ലാ സാമഗ്രികളും കളക്ഷൻ സെന്ററിൽ തിരികെ എത്തിക്കേണ്ടതാണ്. വോട്ടിംഗ് കമ്പാർട്ട്മെന്റ്, വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റ് തുടങ്ങി എല്ലാം തിരികെ ഏൽപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോളിംഗ് സ്റ്റേഷനിൽ യാതൊരുവിധ തെരഞ്ഞെടുപ്പ് സാമഗ്രികളോ രേഖകളോ ഉപേക്ഷിച്ചു വരുവാൻ പാടുള്ളതല്ല. ഈ കാര്യത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ സാമഗ്രികളും തിരികെ നൽകിയാൽ ഫോം N22 റെസീപ്റ്റ് ഓഫ് റിട്ടേൺ ഓഫ് ഇലക്ഷൻ മെറ്റീരിയൽസിൽ ഒപ്പുവാങ്ങി അതിൽ ഒരു കോപ്പി പ്രിസൈഡിംഗ് ഓഫീസർ സൂക്ഷിക്കേണ്ടതുണ്ട്. പോളിംഗ് സാമഗ്രികൾ തിരികെ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ത്രിതലം ലളിതത്തിന്റെ 16ാം അധ്യായം ചർച്ച ചെയ്യുന്നത്. ഏവർക്കും പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.